എല്ലാവർക്കും മിന്നൂസ് കറിവേളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് സാറിന് നമ്മളെല്ലാവരും മൈദയായിട്ടാണ് ഉണ്ടാക്കുന്നത്. സാറിന് ഇതുകൊണ്ട് നമുക്കിന്ന് ഒരു ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. നമുക്ക് ഇനി ആദ്യം ഒരു 250 ml 2 കപ്പായിട്ടുണ്ട്. 2 കപ്പ് നമുക്ക് അളന്നെടുക്കാം. നമ്മുടെ കുത്തി നിറച്ചിടരുത്, കാരണം എപ്പോഴും നമ്മുടെ മെഷർമെന്റ് കറക്റ്റ് ആവാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ 1 കപ്പായി. എൻ്റെ 1 കപ്പ് എന്ന് പറയുന്നത് 125 ml ആണ്. അന്നേരം ഞാൻ അതിൽ 4 കപ്പ് ഇടുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടണം. 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടണം. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണായി. 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു. ഇനി ബേക്കിംഗ് സോഡ നമുക്ക് 1 ടീസ്പൂൺ ഇടണം. പിന്നെ അതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ട് നമ്മൾക്കിത് നല്ലവണ്ണം അരിച്ചെടുക്കണം. അതൊരു 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് നല്ലവണ്ണം അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും 2 വട്ടം ഒരുമിച്ച് അരിച്ചിട്ട് നമ്മൾ ഇത് അരിച്ചു വെച്ചിരിക്കുന്ന പൊടിയാണിത്. ഇനി നമ്മൾക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം. അത് ഞാൻ അടി നല്ലോണം കട്ടിയുള്ള ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത്. അത് എപ്പോഴും സൂക്ഷിക്കണം. നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം വെക്കാനായിട്ട് സൂക്ഷിക്കും. ഇപ്പൊ നല്ലോണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലോണം നല്ല തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് ഷുഗർ ഇടണം. ഷുഗർ ഇട്ടിട്ടുണ്ട്. ഇനി അത് നല്ലോണം അത് ചൂടായി വട്ടെ. നമ്മളിപ്പോ ഇനി അതൊന്നും തൊടുവൊന്നും വേണ്ട, കാരണം അത് നല്ലോണം മെൽറ്റായി വന്നു കഴിയുമ്പോഴത്തേക്ക് മാത്രം നമ്മൾ അതായത് ഒരു തവിയോ എന്തെങ്കിലും ഇട്ട് നമ്മൾ തൊട്ടാൽ മതി. പിന്നെ നമ്മൾ അതിന് വേണ്ടി 1 കപ്പ് വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചൂട് വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഷുഗർ നല്ലോണം ഒരുമാതിരിയൊക്കെ ചൂടായി വരുന്നുണ്ട്. നല്ലോണം ആകട്ടോ, കുറച്ചുകൂടെ അത് ആകുമ്പോഴത്തേക്ക് അത് ഇപ്പൊ ഒന്ന് നല്ലോണം ഷുഗർ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ലോണം അത് ഒരു ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിനി അത് നല്ല കാരമൽ ആകി കഴിയുമ്പോൾ നമുക്ക് നല്ല ബ്രൗണിഷ് കളർ ആവും അത്. എന്നിട്ട് മാത്രമേ നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. ആദ്യം ഒരു ബ്രൗണിഷ് കളർ ആകാനായിട്ട് തുടങ്ങുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ നല്ലോണം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത് അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. തീ കുറച്ചിടണേ. ഒട്ടും അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ കേക്കിന്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും നമുക്ക്. ഇപ്പൊ നമ്മുടെ ഷുഗർ നല്ലോണം കാരമൽ ആയിട്ടുണ്ട്. ഇനി നല്ലോണം ഒരു പതഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് വരും. ഇത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ലോണം പതഞ്ഞു വരും. പതഞ്ഞു വരുന്ന ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത്. അതുവരെ നമ്മൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. തീ നല്ലോണം കുറച്ചിരിക്കണം. ഇപ്പൊ നമ്മുടെ കാരമൽ നല്ലോണം പതയുന്നുണ്ട്. ഒരു പതഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ലോണം പതഞ്ഞു വരും. അത് ഫ്ലെയിം എപ്പോഴും തീ നല്ലോണം കുറച്ചിടണം, ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ ഈ കാരമല് പതഞ്ഞു വരുന്ന കണ്ടോ. ഈ സ്റ്റേജിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിക്കണം. അപ്പൊ അന്നേരം നമ്മൾ ദൂരോട്ട് മാറി ഇരുന്നിട്ട് വേണം ഇത് വെള്ളം ഒഴിക്കാനായിട്ട്. ഞാൻ ഒഴിക്കുവാണ്. നമ്മളിപ്പോ നോക്കണേ. ഇനി നമുക്ക് ഇത് നല്ലോണം ഇളക്കണം. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഈ ഒഴിച്ച വെള്ളം ഒന്ന് കുറച്ചൊന്ന് പറ്റി വരണം. ഒത്തിരി കരിയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലോണം ഇച്ചിരിയോടെ ഒന്ന് ഇച്ചിരിയോടെ ഒന്ന് നമ്മൾ ഇത് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കണം. നമ്മുടെ കാരമൽ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്തു. ഇനി നമ്മൾക്കൊരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു വെക്കാം. ഇത് ഇരിക്കുമ്പോൾ ഇച്ചിരിയോടെ ഒരു കുറുകി വരുവേ ഇത്. ഇപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 10 ഡേറ്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കിസ്മിസും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി 3 ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 3 ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെക്കണം. ഒരു 1.5 കപ്പ് ഷുഗർ ഞാൻ പൊടിച്ചു വെച്ചതാണിത്. അത് ഞാൻ പൊടിച്ചു വെച്ചിട്ട് മെഷർ ചെയ്തതാണ്. 1.5 കപ്പ് ഷുഗർ ഉണ്ട്. അതിന്റെ കൂടെ 4 ഗ്രാമ്പും കൂടി ഇട്ട്
പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗറാണിത്. ഇനി നമ്മൾക്ക് അതിനു വേണ്ടി ഞാൻ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എപ്പോഴും ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന മുട്ടയായിരിക്കണം എപ്പോഴും അത്. ഇനി നമുക്ക് നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. പ്രീ ഹീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമേ 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഞാൻ 10 മിനിറ്റ്സ് ആണ് ഓൺ ആക്കി വെക്കുന്നത്. 10 മിനിറ്റ് ചൂടായി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കേക്ക് അതിൻ്റെ ഉള്ളിലോട്ട് വെക്കുകയുള്ളൂ. ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾക്കൊരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിലും നമുക്കതുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് നമുക്കത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നോരോന്നായി പൊട്ടിച്ചൊഴിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആദ്യമേ നമ്മൾ ലോ സ്പീഡിൽ തുടങ്ങണം. ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് വേണം പിന്നെ ഹൈ സ്പീഡിലേക്ക് പോകാനായിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട മുട്ട ഓരോന്നോരോന്നായിട്ട് ബീറ്റ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1.5 കപ്പ് ഓയിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. മണമുള്ള എണ്ണയുള്ളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ആ എണ്ണ നമ്മൾ ഒഴിച്ച് അത് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾക്ക് മുട്ടയും ഓയിലും ഒക്കെ നന്നായിട്ട് ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം മിക്സ് ആയിട്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര, പൊടിച്ച പഞ്ചസാര നമ്മൾ എന്തെങ്കിലും കുറച്ച് ഇട്ട് നമ്മൾ അതും ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ കാരമൽ സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി അങ്ങ് മിക്സ് ആക്കരുത്. നമ്മൾ പതുക്കെ ഒന്ന് ലോ സ്പീഡിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പം നമുക്ക് ബീറ്ററിന്റെ യൂസ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ആ ബീറ്റർ കൊണ്ട് നമുക്ക് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിപ്പോൾ ഓരോ പ്രാവശ്യമായിട്ട് കുറച്ച് ഇട്ടിട്ട് നമുക്ക് പതുക്കെ അതൊരു സ്പാച്ചിൽ വെച്ചോ അല്ലെങ്കിൽ നമുക്കൊരു തടിത്തവി ഉപയോഗിച്ചോ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. എടുത്തു വെച്ചിരിക്കുന്ന ഈ ഗോതമ്പ് മാവ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അത് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ. എന്നിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിത് ഒറ്റ സൈഡിലോട്ട് മാത്രമേ നമ്മളിത് എപ്പോഴും ഇളക്കാവുള്ളൂ. നമ്മളിത് അത് ഒരു സൈഡിലോട്ട് തന്നെ ഇളക്കണം. നമ്മുടെ മാവ് ഇച്ചിരി നല്ലോണം കട്ടിയാവും. കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ്. മൈദ പോലെ അത്രയും അങ്ങ് ലൂസ് ആകത്തില്ല. എന്നാലും നമുക്കിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് ആയിരിക്കും ഇത്. കൂടെ നമുക്കതിൻ്റെ കൂടെ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ഇടാം. അത് നമ്മളെല്ലാം ഒരു സൈഡിലോട്ട് തന്നെ ഇളക്കി ഒത്തിരി നമ്മളങ്ങ് മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ഒരു സൈഡിലോട്ട് മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ. ഇപ്പം നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പുണ്ട്. പിന്നെ ഒരു 15 ഡേറ്റ്സും കുഞ്ഞായിട്ട് അരിഞ്ഞതും, പിന്നെ കാഷ്യൂനട്ട് ഒരു കൈ കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് കിസ്മസ്. ഇതെല്ലാം കൂടെ നമ്മൾ നല്ലോണം ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട്, കാരണം നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കി വന്നു കഴിയുമ്പോൾ നല്ലോണം ഇത് ഫുള്ളായിട്ട് താന്നു പോകും. ഇതെല്ലാം നമ്മൾ ഇട്ടതെല്ലാം കൂടെ നമ്മൾ താഴോട്ട് വന്ന് കിടക്കും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഗോതമ്പ് പൊടിയായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് എടുത്തു വെച്ചിരിക്കുന്ന ഈ ബാറ്ററിനകത്തോട്ട് നമുക്കിത് ഇടാം. ഇട്ടിട്ട് നമുക്കിത് നല്ലോണം പ്രസ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മളിത് നല്ലോണം ഇത് മിക്സ് ആകുന്ന ഇത് ഫുൾ നല്ലോണം എല്ലായിടും ഒന്ന് മിക്സ് ആകുന്ന വരെ നമ്മളിത് ഇളക്കണം. ഒരു സൈഡിലോട്ട് ഇളക്കണേ. ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാനൊരു 8 ഇഞ്ചിന്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ആ ട്രേക്കകത്തോട്ട് നമ്മൾ അതിനകത്ത് ഓയിൽ വെച്ചാണ് ഞാനിപ്പോൾ ഗ്രീസ് ചെയ്യുന്നത്.
നല്ലോണം ഓയിൽ തേച്ചിട്ടുണ്ട് ഞാൻ. ഇത് സൈഡിലും ഓയിൽ തേക്കണം. ഓയിൽ തേച്ചിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഗോതമ്പ് പൊടി ഇടണം. ഗോതമ്പ് പൊടിയും കൂടെ ചുറ്റിന് നമ്മൾ ഇട്ടിട്ട് ഗ്രീസ് ചെയ്യണം. അല്ലെങ്കിൽ മൈദയാണ് ഉപയോഗിക്കുന്നെങ്കിൽ മൈദ ഇടണം. ഇപ്പൊ ഞാൻ ഗോതമ്പ് പൊടിയും കൂടെ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇങ്ങനെ അത് ചുറ്റി കറക്കിയിട്ട് അതിലെല്ലാ സൈഡിലും അത് പൊടി ആയെന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇപ്പൊ എല്ലാ സൈഡിലും ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എക്സ്ട്രാ വന്ന പൊടി നമ്മൾ തട്ടിക്കളയണം. നമ്മുടെ കേക്കിന്റെ ബാറ്റർ നമുക്ക് നമ്മുടെ 8 ഇഞ്ചിന്റെ പാനിലോട്ട്, ഗ്രീസ് ചെയ്ത പാനിലോട്ട് നമുക്കിത് ഒഴിക്കാം. ഒത്തിരി അങ്ങ് ഫില്ല് ചെയ്യരുത്. ഒത്തിരി ഫില്ല് ചെയ്ത് നമ്മൾ വേവാനായിട്ട് ബുദ്ധിമുട്ട് വരും നമുക്ക്. കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നല്ലോണം ടാപ്പ് ചെയ്തിട്ട് 3-4 പ്രാവശ്യം നല്ലോണം ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ഓവനിലോട്ട് വെക്കാം. നമുക്ക് ഓവനിലോട്ട് ഈ കേക്കിന്റെ ബാറ്റർ വെക്കാം. ഒരു 35 മിനിറ്റ്സ് to 40 മിനിറ്റ്സ് വെക്കാവേ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 30 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് 40 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. 200 സെൽഷ്യസിലാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പതുക്കെ അത് 180 വെക്കുകയാണ്. ഒന്ന് നോക്കാം. ഈ 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്കൊരു കേക്കൊന്ന് സൂക്ഷിച്ച് ചെയ്യണം നമ്മൾ, കാരണം നല്ല ചൂടായിരിക്കും ഇപ്പം കേട്ടോ. ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട് കേക്ക്. എക്സാക്ട്ലായിട്ട് 45 മിനിറ്റ്സ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഞാനിപ്പോൾ കേക്ക് ഞാൻ പുറത്തോട്ട് എടുക്കുവാണേ. ഞാനിപ്പം കേക്ക് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുത്തിട്ട് മാത്രമേ നമ്മൾ ഇനി ഇത് മുറിക്കാവുള്ളൂ. നമ്മളിത് കേക്ക് നല്ലോണം തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് എടുക്കാം. കേക്ക് ട്രേയിൽ നിന്ന് എടുത്ത് നോക്കാം നമുക്ക്. നമ്മുടെ കേക്ക് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് കേക്കാണ്. കണ്ടോ, നല്ല സോഫ്റ്റ്, നല്ല 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 സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. നമ്മുടെ പിച്ചാത്തി അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ കണ്ടോ, നല്ല നല്ല സോഫ്റ്റ് കേക്കാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുകൊണ്ട് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നോക്കാം നമുക്ക്. തണുത്തിന് ശേഷം മാത്രമേ മുറിക്കാൻ പാടില്ല. എന്ത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കേക്കാണ്. നോക്കി, എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഗോതമ്പ് കൊണ്ട് നമുക്ക് ഇത്രയും നല്ലതായിട്ട് കേക്ക് ഉണ്ടാക്കാൻ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കാം, കഴിച്ചു നോക്കാവേ. നോക്കിയേ, സൂപ്പറാണ്. നമ്മുടെ ഈ കേക്ക് നല്ല ടേസ്റ്റിയും ഒത്തിരി നല്ല സോഫ്റ്റുമാണ്. ഇപ്പം നമുക്ക് അന്നേരം നമ്മൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളതിന്റെ ഫീഡ്ബാക്ക് അതിന്റെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.